മാസങ്ങൾ നീണ്ട നയതന്ത്ര ശ്രമങ്ങൾക്കൊടുവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ധാരണയാകാതെ അലസിപ്പിരിഞ്ഞതോടെ പശ്ചിമേഷ്യ വീണ്ടും കത്തുന്ന കനലായി മാറുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാനെതിരെ സമ്പൂർണ്ണ നാവിക ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യം വെച്ചാണ് അമേരിക്കയുടെ നീക്കം. ഹോർമുസ് കടലിടുക്ക് വഴി ഒരു കപ്പലുകളെയും കടത്തിവിടില്ലെന്ന കർക്കശമായ നിലപാടിലാണ് പെന്റഗൺ. ഇറാനിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടയുക വഴി രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. നിലവിൽ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇത് ആഗോള എണ്ണ വിപണിയെയും ഗുരുതരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുകൾ പുറത്തുവരുന്നുണ്ട്. വെറും ഉപരോധത്തിൽ ഒതുങ്ങാതെ ഇറാനെതിരെ ഒരു നേരിട്ടുള്ള കരയുദ്ധത്തിനുള്ള സാധ്യതകളും അമേരിക്ക തേടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഭാഗമായി വൻതോതിലുള്ള സൈനിക വിന്യാസമാണ് മേഖലയിൽ നടക്കുന്നത്. ഇറാനെ ലക്ഷ്യം വെച്ച അത്യാധുനിക ആയുധസജ്ജമായ 15 യുദ്ധ കപ്പലുകളെയാണ് അമേരിക്ക പശ്ചിമേഷ്യൻ സമുദ്ര മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഈ പടപ്പുറപ്പാടിന്റെ മുൻനിരയിലുള്ളത് വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൻ ആണ്. ഇതിനു പുറമെ USS ബ്രെയിൻ ബ്രിഡ്ജ്, USS തോമസ് ഹഡ്നർ, USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സൺ ജൂനിയർ തുടങ്ങിയ വമ്പൻ ഡിസ്ട്രോയർ കപ്പലുകളും ഇറാൻ തീരത്ത് സമീപം നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. USS ഡെൽബർട്ട് ഡി ബ്ലാക്ക്, USS ജോൺ ഫിൻ, USS മൈക്കൽ മർഫി, USS മിഷർ, USS പിഗ്നി, USS റാഫേൽ പോൾട്ട, USS സ്പ്രൂവൻസ്, USS മിലിയൻസ് എന്നീ 11 ഡിസ്ട്രോയർ കപ്പലുകളാണ് കടലിൽ കോട്ട തീർത്തിരിക്കുന്നത്. CNN പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ ദ്രുതഗതിയിലുള്ള സൈനിക വിന്യാസം. ഇതിനു പുറമെ കരയിലേക്കും കടലിലേക്കും ഒരുപോലെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ട്രിപ്പോളി ആംഫിബിയസ് റെഡി ഗ്രൂപ്പ് രംഗത്തുണ്ട്. USS ട്രിപ്പോളി, USS ന്യൂ ഓർലിയൻസ്, USS റഷ്മോർ എന്നിവ ഉൾപ്പെടുന്ന ഈ സംഘം കൂടി എത്തിയതോടെ ഇറാന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയായി. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. അമേരിക്കയുടെ നീക്കത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. വീണ്ടും ഒരു യുദ്ധത്തിന് അമേരിക്ക മുതിർന്നാൽ അത് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കുന്ന തരത്തിലുള്ള തിരിച്ചടിയാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. തങ്ങളെ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയെയും ഒമാനിലെയും അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ തുറമുഖങ്ങളെ ലക്ഷ്യം വെക്കുമെന്നാണ് ടെഹ്റാൻ നൽകുന്ന ഭീഷണി. ഇറാൻ ഹോർമുസ് കടലിടുക്കിന് മേൽ അവകാശവാദം ഉന്നയിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് UAE വ്യക്തമാക്കി. ഹോർമുസ് ഇറാന്റെ സ്വത്തല്ല എന്ന നിലപാടാണ് UAE ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അനുവദിക്കില്ലെന്ന് UAE പ്രസിഡന്റ് പറഞ്ഞു. മേഖലയിലെ സുരക്ഷാ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി UAE പ്രസിഡന്റ് ബഹ്റൈൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തി. സംയുക്തമായി സൈനിക നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായാണ് വിവരം. അതേസമയം ഇരുപക്ഷവും വിട്ടുവീഴ്ച ചെയ്യണമെന്നും വലിയൊരു മാനുഷിക ദുരന്തത്തിലേക്ക് മേഖലയെ തള്ളിവിടരുതെന്നും ഖത്തർ ആവശ്യപ്പെട്ടു. സംഘർഷം മുറുകുന്നതിനിടെ 5 അയൽ രാജ്യങ്ങളോട് ഇറാൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് പുതിയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ, UAE, ജോർദാൻ എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാൻ ദേശീയ വാർത്താ ഏജൻസിയായ ഇർനയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസഡർ അമീർ സെയ്ദ് ഇറവാനിയെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. ഈ രാജ്യങ്ങൾ അമേരിക്കൻ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നതിലൂടെ ഇറാനോട് അന്താരാഷ്ട്ര കടമകൾ ലംഘിച്ചുവെന്നും മുൻപ് നടന്ന യുദ്ധങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഈ രാജ്യങ്ങൾ നഷ്ടപരിഹാരം നൽകുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ ഈ ആവശ്യം ഗൾഫ് രാജ്യങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നിലവിലെ പ്രകോപനപരമായ സാഹചര്യത്തിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്നാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട്. മേഖലയിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകളാണ് അമേരിക്കയെ പ്രകോപിക്കുന്നതെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾ വലിയൊരു യുദ്ധഭീതിയിലാണ് കഴിയുന്നത്. എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുള്ളതിനാൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ബാധിച്ചേക്കാം. ചരക്ക് കപ്പലുകൾ ഹോർമുസ് ഒഴിവാക്കി മറ്റ് പാതകൾ തേടുന്നത് ചിലവ് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ഇറാൻ തീരത്തോട് അടുക്കുന്നത് പ്രകോപനത്തിന്റെ പരമകാഷ്ഠയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയാണിപ്പോൾ. ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. സൈനികമായ മേധാവിത്വം ഉറപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോൾ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ പരീക്ഷണങ്ങളുമായി ഇറാനും തങ്ങളുടെ കരുത്ത് കാട്ടുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ജാഗ്രതയോടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക നീക്കത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കാതെ തന്നെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഫ്രാൻസും ജർമ്മനിയും ആവശ്യപ്പെടുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. യുദ്ധക്കപ്പലുകൾക്ക് പുറമെ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യോമാക്രമണത്തിന് തയ്യാറായി F-35 യുദ്ധവിമാനങ്ങളും സജ്ജമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളും അമേരിക്കയുടെ
പരിഗണനയിലുണ്ടെന്ന് ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിലെ ആഭ്യന്തര സാഹചര്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഉപരോധം ശക്തമാകുന്നതോടെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയരുമെന്നും അത് ഭരണമാറ്റത്തിന് വഴിവെക്കുമെന്നും അമേരിക്ക പ്രതീക്ഷിക്കുന്നു. എന്നാൽ വിദേശാക്രമണ ഭീഷണിക്ക് മുന്നിൽ ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. അടുത്ത 24 മണിക്കൂർ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അമേരിക്കൻ കപ്പലുകൾ ഹോർമുസിൽ ഉപരോധം കർക്കശമാക്കുന്നതോടെ ഇറാന്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രത്യാക്രമണം ഉണ്ടാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് ഇനിയൊരു വാതിൽ തുറക്കപ്പെടുമോ അതോ തോക്കുകൾ സംസാരിക്കുമോ എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ചുരുക്കത്തിൽ സമാധാന ചർച്ചകളുടെ പരാജയം ഒരു വലിയ ദുരന്തത്തിലേക്കുള്ള തുടക്കമായി മാറുകയാണ്. അമേരിക്കയുടെ സൈനിക നീക്കവും ഇറാന്റെ പ്രതിരോധവും പശ്ചിമേഷ്യയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാക്കിയിരിക്കുന്നു.